ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ 1-4 ഗോളുകൾക്കാണ് ചെൽസി ആസ്റ്റൺ വില്ലയെ പരാജയപ്പെടുത്തിയത്. ബ്രസീലിയൻ സൂപ്പർ താരമായ ജാവോ പെഡ്രോയാണ് എമിക്കെതിരെ തിളങ്ങിയിട്ടുള്ളത്. 3 ഗോളുകൾ നേടാൻ ജാവോ പെഡ്രോക്ക് കഴിഞ്ഞു. മാത്രമല്ല ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കി. അങ്ങനെ ആസ്റ്റൺ വില്ലയെ തകർത്ത് വിട്ടത് ജാവോ പെഡ്രോയാണ്. ഈ സീസണിൽ തകർപ്പൻ പ്രകടനമാണ് താരം പുറത്തെടുക്കുന്നത്. പ്രീമിയർ ലീഗിൽ 14 ഗോളുകളും 5 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ 19 ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം വഹിച്ചു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ 2026 പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം അത് ജാവോ പെഡ്രോയാണ്. ഈ വർഷം മികച്ച രൂപത്തിൽ കളിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. അതിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 2026 പ്രീമിയർ ലീഗിൽ 14 മത്സരങ്ങളാണ് ജാവോ പെഡ്രോ കളിച്ചിട്ടുള്ളത്. അതിൽ 11 മത്സരങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തു, 10 ഗോളുകൾ നേടി, 2 അസിസ്റ്റുകൾ സ്വന്തമാക്കി. അതുപോലെ തന്നെ ഓരോ 82 മിനിറ്റിലും ഓരോ ഗോൾ പങ്കാളിത്തം, 32 ഷോട്ടുകൾ, അതിൽ 14 ഷോട്ടുകൾ ടാർഗറ്റിലേക്കായിരുന്നു. അതുപോലെ തന്നെ 6 കീ പാസുകൾ, 22 ഡ്രിബിളുകളിൽ 14 ഡ്രിബിളുകളും സക്സസ് ആയി. 3 പെനാൽറ്റികൾ വോൺ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സോഫാ സ്കോറിന്റെ ഒരു റേറ്റിംഗ് വരുന്നത് 7.34 ആണ്. അതായത് മികച്ച പ്രകടനമാണ് ജാവോ പെഡ്രോ ഇപ്പോൾ പുറത്തെടുക്കുന്നത്. അത് ബ്രസീലിയൻ ദേശീയ ടീമിന് സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം ഒരു നല്ല സ്ട്രൈക്കറുടെ അഭാവം സമീപകാലത്ത് ബ്രസീലിനെ അലട്ടുന്നുണ്ട്. ആ പൊസിഷനിലേക്ക് പറ്റിയ താരമാണ് ജാവോ പെഡ്രോ. പ്രത്യേകിച്ച് കാർലോ ആഞ്ചലോട്ടി ഒരു പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കർ ആയിക്കൊണ്ട് ജാവോ പെഡ്രോയെ ഉപയോഗപ്പെടുത്തണം. നല്ല ഒരു പ്ലേ മേക്കർ അദ്ദേഹത്തിന് തൊട്ടു പിറകിലുണ്ടെങ്കിൽ കൂടുതൽ ഗോൾ അടിക്കാൻ തനിക്ക് കഴിയുമെന്ന് ജാവോ പെഡ്രോ തെളിയിച്ചതാണ്. അതായത് കോൾ പാൽമർ ചെൽസിയിലുണ്ട്. പാൽമറും ജാവോ പെഡ്രോയും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് എടുത്തു പറയേണ്ടതാണ്. പാൽമർ ഉള്ള മത്സരങ്ങളിൽ എല്ലാം തന്നെ നല്ല രൂപത്തിൽ തിളങ്ങാൻ ജാവോ പെഡ്രോക്ക് സാധിക്കുന്നുണ്ട്. അതേ രൂപത്തിൽ തന്നെ കാർലോ ആഞ്ചലോട്ടിയും അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തണം. അതായത് പ്ലേ മേക്കർ റോളിൽ ഒന്നുകിൽ നെയ്മർ ജൂനിയർ വേണം, അതല്ലെങ്കിൽ റാഫീഞ്ഞ വേണം. എന്നാൽ കൂടുതൽ അവസരങ്ങൾ ജാവോ പെഡ്രോയിലേക്ക് എത്തും. അത് കൃത്യമായി മുതലെടുക്കാൻ ജാവോ പെഡ്രോക്ക് സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കർ ആയിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി ഈ താരത്തെ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഉൾപ്പെടുത്തണം എന്നാണ് ഇപ്പോൾ പലരും അഭിപ്രായപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.